ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന ടോപ്പിക്കും ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന MCQസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഓരോ ടേംസ് ആയിട്ട് നോക്കാം. എന്താണ് സിഗ്നൽ എന്ന് നോക്കാം. നോക്കിക്കേ, ദ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഓർ ഡിസയേർഡ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഡിസയറബിൾ ആയിട്ടുള്ളത് മാത്രമായ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിക്കാണ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് നോയിസ് എന്ന് നോക്കാം. എനി അൺവാണ്ടഡ് ഡിസ്റ്റർബൻസ് ദാറ്റ് അഫക്ട്സ് ദ സിഗ്നൽ. എന്താണ് നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് നമ്മുടെ സിഗ്നലിനെ ബാധിക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒന്നിനാണ് എന്തെന്ന് പറയുന്നത് നോയിസ് എന്ന് പറയുന്നത്. ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിക്കുന്നു, എൻ്റെ വോയിസ് ആണ് നിങ്ങളുടെ സിഗ്നൽ അല്ലേ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട്സ് ഒക്കെ എന്താണ് നോയിസ് എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നോയിസിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് തന്നിരിക്കുന്നത്. റാൻഡം ഇൻ നേച്ചർ. എന്താണ് നമുക്ക് അതിൻ്റെ നേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചില സമയം കൂടുതലായിരിക്കും, കുറയും, എപ്പോൾ കൂടും എപ്പോൾ കുറയുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് റാൻഡം ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഇനി റെഡ്യൂസസ് ആക്യുറസി ഓഫ് മെഷർമെൻറ്റ്. എന്താണ് നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ആക്യുറസി കുറയ്ക്കുന്ന ഒന്നാണ് നോയിസ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. തെർമൽ നോയിസ്, ഇലക്ട്രിക്കൽ ഇൻ്റർഫെറൻസ്, എക്സ്റ്റേണൽ ഇലക്ട്രോ മാഗ്നറ്റിക് നോയിസ്. ഇതൊക്കെ എന്താണ് നോയിസിന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തത് എന്താണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് നോക്കാം. നോക്കിക്കേ, അതിന് നമ്മൾ സിമ്പിളായിട്ട് SNR എന്ന് ഷോർട്ടായിട്ട് പറയുന്നു. ഓക്കെ, ഈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് സിഗ്നൽ പവർ ടു നോയിസ് പവർ. എന്താണ് സിഗ്നൽ പവറും നോയിസ് പവറും തമ്മിലുള്ള റേഷ്യോ ആണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ അല്ലെങ്കിൽ SNR എന്ന് അറിയപ്പെടുന്നത്. അതിനെ നമ്മൾ ഡെസിബലിലാണ് യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത്. ഡെസിബൽ നോക്കിക്കേ, SNR ഇൻ ഡെസിബൽ ഇസ് ഈക്വൽ ടു 10 log ബേസ് 10 S/N. ഇതാണ് അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് SNRൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഹയർ SNR ബെറ്റർ ക്വാളിറ്റി മെഷർമെൻറ്റ്. എന്താണ് SNR വളരെ ഹൈ ആണെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് ക്വാളിറ്റി എങ്ങനെയായിരിക്കും? ബെറ്റർ ആയിട്ടുള്ളതായിരിക്കും. ലോവർ SNR എന്ന് പറഞ്ഞാൽ പുവർ ആക്യുറസി ആണ്. അപ്പോൾ നമ്മൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? ഹയർ റേഷ്യോ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലേ. ഹയർ SNR ആണ് നമുക്ക് ബെറ്റർ ക്വാളിറ്റി മെഷർമെൻറ്റ് തരുന്നത്. ലോവർ ആണെങ്കിൽ എന്താണ്? പുവർ ആക്യുറസി ആണ്. ഇനി വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ SNR എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. SNR ഈസ് ഡയമെൻഷൻലെസ്. എന്താണ് SNRന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. കാരണം എന്താണ്? അതൊരു റേഷ്യോ അല്ലേ. ഇനി നോയിസ് ആൾവേസ് റെഡ്യൂസസ് ആക്യുറസി. എന്താണ് നോയിസ് എപ്പോഴും എന്ത് കുറയ്ക്കുന്നു? നമ്മുടെ ആക്യുറസി കുറയ്ക്കുന്നു. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹയർ SNR ഈസ് ഡിസൈറബിൾ. എന്താണ് എപ്പോഴും നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ളത് ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ടുള്ള SNR ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം അതാണ് നമുക്ക് എന്ത് തരുന്നത്? ബെറ്റർ ക്വാളിറ്റി മെഷർമെൻറ്റ് തരുന്നത്. ഈ 3 പോയിന്റ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട MCQs നോക്കാം. നോക്കിക്കേ, സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ഡാഷ്. എന്താണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോയുടെ ആ ഒരു ഡെഫിനിഷനാണ് ചോദിക്കുന്നത്. എന്താണ് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മാച്ച് ആയിട്ട് വരുന്നത്? സിഗ്നൽ പവർ ബൈ നോയിസ് പവർ അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുന്നത്. SNR ഈസ് ദ റേഷ്യോ ഓഫ് യൂസ്ഫുൾ സിഗ്നൽ പവർ ടു നോയിസ് പവർ. അടുത്ത ചോദ്യം, ഹൈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഡാഷ്. എന്താണ് ഹൈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ? അതായത് വളരെ കൂടിയ സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. ഈ താഴെ തന്നതിൽ ഏതാണ് ഉത്തരം എന്ന് നോക്കിക്കേ. ആക്യുറേറ്റ് മെഷർമെൻ്റ് ആണ് ഉത്തരം. കാര്യം എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ഹൈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണ് ഡിസൈറബിൾ ആയിട്ടുള്ളത്. കാരണം അതെന്ത് തരും? ബെറ്റർ മെഷർമെൻറ്റ് തരും അല്ലേ. അതുകൊണ്ട് ഏതാണ് ആക്യുറേറ്റ് മെഷർമെൻറ്റ് തരുന്നത്? ഹൈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണെന്ന് എപ്പോഴും ഓർത്തു വെച്ചേക്കണം. ഹയർ SNR മീൻസ് നോയിസ് എഫക്റ്റ് ഈസ് സ്മോൾ, ദാറ്റ് ഈസ് ബെറ്റർ ആക്യുറസി. എന്താ ഹയർ SNR ആണെങ്കിൽ അല്ലെങ്കിൽ ഹൈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആണെങ്കിൽ അതിനർത്ഥം നോയിസ് എഫക്റ്റ് എന്ന് പറയുന്നത് കുറവാണെന്നാണ്. നോയിസ് എഫക്റ്റ് കുറവാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഹയർ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതെന്ത് തരുന്നു? നമുക്ക് ബെറ്റർ ആക്യുറസി തരുന്നു.
അടുത്ത ചോദ്യം, നോയിസ് ഇൻ എ മെഷറിംഗ് സിസ്റ്റം ഈസ് ഡാഷ്. എന്താണ് ഒരു മെഷറിംഗ് സിസ്റ്റത്തിലെ നോയിസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരവായിട്ട് വരുന്നത് അൺഡിസൈറബിൾ ഡിസ്റ്റർബൻസ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി, അൺഡിസൈറബിൾ ഡിസ്റ്റർബൻസ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. നോയിസ് ഈസ് അൺവാണ്ടഡ് ആൻഡ് ഡിസ്റ്റോർട്സ് ദ സിഗ്നൽ. എന്താണ് നോയിസ് എന്ന് പറയുന്നത്? നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നാണ്. അത് നമ്മുടെ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു? എഫക്റ്റ് ചെയ്യുന്നു അല്ലേ? ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഡ്യൂസസ് ദ സിഗ്നൽ ടു നോയിസ് റേഷ്യോ. എന്താണ് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ കുറയ്ക്കുന്ന ഫാക്ടർ എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി, ഇൻക്രീസിങ് നോയിസ് ആണ്. എന്താണ് നോയിസ് കൂടുമ്പോൾ എന്തു പറ്റും? സിഗ്നൽ ടു നോയിസ് റേഷ്യോ കുറഞ്ഞു പോകും. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. മോർ നോയിസ്, ലോവർ SNR, നമുക്കെന്തും പറയാം ലോവർ ആക്യുറസി അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. ഹയർ ദ സിഗ്നൽ ടു നോയിസ് റേഷ്യോ, ലോവർ വിൽ ബി ദ ആക്യുറസി ഓഫ് മെഷർമെൻറ്റ്. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? അതായത് ഹയർ SNR ആയിരിക്കുമ്പോൾ മെഷർമെൻറ്റ് ആക്യുറസി എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദ്യം. എന്താണ്? ഫോൾസ് ആണ് ഉത്തരം അല്ലേ? ഹയർ SNR ഓൾവേസ് ഇംപ്രൂവ്സ് മെഷർമെൻറ്റ് ആക്യുറസി. അടുത്ത ചോദ്യം, ഇൻ പ്രിസിഷൻ ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ് ദ ഡിസയേർഡ് കണ്ടീഷൻ ഈസ് ഡാഷ്. അതായത് പ്രിസിഷൻ ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സിൽ ഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം വരുന്നത്? ഹൈ സിഗ്നൽ ആൻഡ് ലോ നോയിസ് അല്ലേ? നമുക്ക് എപ്പോഴും സിഗ്നൽ ഹൈയോ ആയിരിക്കണം, നമ്മുടെ നോയിസ് എന്ന് പറയുന്നത് ലോയോ ആയിരിക്കണം. അത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഹൈ സിഗ്നൽ പ്ലസ് ലോ നോയിസ് ഗീവ്സ് ഹൈ SNR അല്ലേ? ഹൈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ. അടുത്ത ചോദ്യം, സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഈസ് കോമൺലി എക്സ്പ്രസ്ഡ് ഇൻ ഡാഷ്. അതായത് സിഗ്നൽ ടു നോയിസ് റേഷ്യോ നമ്മൾ കോമൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഡെസിബൽ ആണ്. നമ്മൾ ഡെസിബൽ എന്ന് വെച്ചിട്ടാണ്, dB വെച്ചിട്ടാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സിഗ്നൽ ടു നോയിസ് റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നോയിസ് ഇൻ എ മെഷറിംഗ് സിസ്റ്റം മെയിൻലി അഫക്ട്സ് ഡാഷ്. അതായത് ഒരു മെഷറിംഗ് സിസ്റ്റത്തിൽ നോയിസ് പ്രധാനമായും എന്തിനെയാണ് ബാധിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് ആക്യുറസി ഓഫ് മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റിൻ്റെ ആക്യുറസിയെയാണ് എന്ത് ബാധിക്കുന്നത്? നോയിസ് ബാധിക്കുന്നത്. നോയിസ് കൂടുമ്പോൾ ആക്യുറസി കുറയും. നോയിസ് ഡിസ്റ്റോർട്സ് ദ സിഗ്നൽസ് ആൻഡ് റെഡ്യൂസസ് ആക്യുറസി. അടുത്ത ചോദ്യം, സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഈസ് എ മെഷർ ഓഫ് ഡാഷ്. എന്താണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുന്നത്? എന്തിൻ്റെ ഒരു മെഷറാണെന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് സിഗ്നലാണ്. സിഗ്നലിൻ്റെ ക്വാളിറ്റിയുടെ മെഷറാണ് എന്തെന്ന് പറയുന്നത്? സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുന്നത്. SNR ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് യൂസ്ഫുൾ സിഗ്നൽ ഈസ് പ്രസൻറ്റ് കമ്പയർഡ് ടു നോയിസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോയിസ്. അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് നോയിസിനൊരു എക്സാമ്പിൾ എന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് തെർമൽ ഡിസ്റ്റർബൻസ് ആണ്. എന്താണ് ഈ തെർമൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ? അതായത് ടെമ്പറേച്ചർ ഒരുപാട് കൂടുമ്പോഴത്തേക്കും നമ്മുടെ ആറ്റംസും മോളിക്യൂൾസൊക്കെ എന്ത് ചെയ്യും? റാൻഡമായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇത് കാരണം എന്ത് സംഭവിക്കുന്നു? സിഗ്നലിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നു. അതാണ് ഈ തെർമൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, തെർമൽ എഫക്ട്സ് പ്രൊഡ്യൂസ് റാൻഡം ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ്, ദാറ്റ് ഈസ് നോയിസ്. അടുത്ത ചോദ്യം, നോയിസ് ഈസ് ഓൾവേസ് എ പ്രെഡിക്റ്റബിൾ ക്വാണ്ടിറ്റി, ട്രൂ ഓർ ഫോൾസ്. എന്താണ് ഇത്? ട്രൂ ഓർ ഫോൾസ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നോയിസ് എപ്പോഴും ഒരു പ്രെഡിക്റ്റബിൾ ക്വാണ്ടിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഫോൾസ് ആണ്. നമുക്കറിയാം എന്താണ് നോയിസ് ഈസ് റാൻഡം ആൻഡ് അൺപ്രെഡിക്റ്റബിൾ. അപ്പോൾ ഈ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അടുത്ത ചോദ്യം, ഇഫ് നോയിസ് പവർ ഇൻക്രീസസ് വൈൽ സിഗ്നൽ പവർ റിമൈൻസ് കോൺസ്റ്റൻറ്റ് SNR വിൽ ഡാഷ്. അതായത് നോയിസ് പവർ കൂടുകയും അതേ സ്ഥാനത്ത് സിഗ്നൽ പവർ കോൺസ്റ്റൻ്റായി തന്നെ ഇരിക്കുകയും ചെയ്താൽ SNRന് എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ചെയ്യും. എന്ത് ചെയ്യും? SNR കുറയും. സിഗ്നൽ ടു നോയിസ് റേഷ്യോ കുറയും. നോക്കിക്കേ, SNR എന്ന് പറയുന്നത് എന്താണ്? സിഗ്നൽ ബൈ നോയിസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നോയിസ് കൂടുകയാണ് അല്ലേ? നോയിസ് പവർ ഈസ് ഇൻക്രീസിങ്. ഹയർ നോയിസ് എന്താണ്? ലോവർ SNR ആക്കും. അടുത്ത ചോദ്യം, SNR എക്സ്പ്രസ്ഡ് ഇൻ ഡെസിബൽ സ്കെയിൽ ഈസ് ഡാഷ്. എന്താണ് ഡെസിബൽ സ്കെയിലിൽ എക്സ്പ്രസ് ചെയ്യുന്ന SNR എങ്ങനെയുള്ളതാണെന്നാണ് ചോദ്യം. ഏത് സ്കെയിലാണ് താഴെ തന്നേക്കുന്നതിൽ? ലോഗരിതമിക് സ്കെയിലാണ് അല്ലേ? ഡെസിബൽ ഈസ് എ ലോഗരിതമിക് യൂണിറ്റ്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ടുള്ളതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. നോക്കിക്കേ, നോയിസ് ഇംപ്രൂവ് സിഗ്നൽ ക്വാളിറ്റി. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല.
കാരണം എന്താണ്, നോയ്സ് എന്താ ചെയ്യുന്നത്, നമ്മുടെ സിഗ്നലിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇനി അടുത്തത് നോക്കാം. ഹൈ SNR മീൻസ് മോർ നോയ്സ്. എന്താണ്, കൂടുതൽ SNR ആണെങ്കിൽ അതിനർത്ഥം നോയ്സ് കൂടുതലാണെന്നാണ് പറയുന്നത്. അതും തെറ്റാണ്. എന്താണ്, ഹൈ SNR ആവുമ്പോൾ എന്താണ്, നോയ്സ് കുറവായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഹൈ SNR മീൻസ് ബെറ്റർ സിഗ്നൽ ക്വാളിറ്റി. അത് കറക്റ്റാണ് അല്ലേ. SNR കൂടുന്നതാണ് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഹൈ SNR മീൻസ് ബെറ്റർ സിഗ്നൽ ക്വാളിറ്റി എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. SNR ഹാസ് യൂണിറ്റ്സ് ഓഫ് വോൾട്ട്. അതും റോങ് ആണ്. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ളത്. നോക്കിക്കേ. ഹയർ SNR ഓൾവേസ് ഇൻഡിക്കേറ്റ്സ് ബെറ്റർ ക്വാളിറ്റി മെഷർമെൻറ്റ്. അടുത്ത ചോദ്യം. ആൻ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് SNR ഓഫ് 40 ഡെസിബൽ കമ്പയർഡ് ടു വൺ വിത്ത് 20 ഡെസിബൽ വിൽ ഹാവ് ഡാഷ്. എന്താണ്, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ SNR എന്ന് പറയുന്നത് 40 ഡെസിബൽ ആണ്. അതിനെ മറ്റൊരു ഇൻസ്ട്രുമെൻറ്റ് അതിൻ്റെ SNR എന്ന് പറയുന്നത് 20 ഡെസിബൽ ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്തെന്നാണ് ചോദ്യം. എന്താണ്, ഹയർ ആക്യുറസി ആണ് അല്ലേ. SNR കൂടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഹൈ ക്വാളിറ്റി സിഗ്നലും ഹൈ ആക്യുറസി മെഷർമെൻറ്റും അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ എന്താണ്, SNR കൂടുതലാണ് ഡിസൈറബിൾ ആയിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കണം. അത് വെച്ചിട്ടാണ് ഈ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഹയർ ആക്യുറസിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹയർ SNR ലെസ് നോയ്സ് എഫക്റ്റ്, ഹയർ ആക്യുറസി. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഇംപ്രൂവ് SNR. എന്താണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് SNR ഇംപ്രൂവ് ചെയ്യിക്കാത്തത് എന്നാണ് ചോദ്യം. നോക്കിക്കേ. ഇൻക്രീസിങ് നോയ്സ് അല്ലേ. ഇൻക്രീസിങ് നോയ്സ് എന്താണ്, നോയ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ആണ്. അത് കൂട്ടുന്നത് വഴി നമുക്ക് SNR ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇൻക്രീസിങ് നോയ്സ് ഓൾവേസ് ഡീഗ്രേഡ്സ് SNR അല്ലേ. SNRനെ ഡീഗ്രേഡ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്, നോയ്സ് കൂട്ടുന്നത് വഴി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡിഫറെൻറ്റ് ടോക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ എന്താണ് കമൻസ് ആയിട്ട് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും താങ്ക് യു.